പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ ഈ പ്രഭാതത്തിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ മോർണിംഗ് പ്രയറിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കുമുള്ള ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ വിനീതമായി യേശു ക്രിസ്തുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിൽ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് കടന്നു വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവ് നമ്മെ ഭദ്രമുള്ള ചിറകളിൽ മറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ വേഗം കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ് നാം കഴിഞ്ഞ 2 ദിവസങ്ങളായി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. കഴിഞ്ഞ 2 മോർണിംഗിൽ ഏലിയാവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ആത്മീക വിഷയങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. സമയമൊട്ടും കളയാതെ നമ്മൾ വേഗം ഏലിയാവിന്റെ ചരിത്രത്തിലേക്ക് മടങ്ങി വരുന്നു. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന വിഷയം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കേണ്ടത്. എന്നാൽ നമുക്ക് ഇന്ന് അതിനുള്ള സമയം തികയാത്തത് കൊണ്ട് നാം 3ഉം 4ഉം വാക്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം 1ഉം 2ഉം വാക്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് 17-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. 17-ാം അധ്യായത്തിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരു പോർഷനായിട്ടാണ് പഠിക്കേണ്ടതെങ്കിലും കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ 1, 2 വാക്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇന്ന് നാം 3, 4 വാക്യങ്ങൾ ചിന്തിച്ച് അവസാനിപ്പിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം 3, 4 വാക്യങ്ങളിൽ ദൈവം തന്റെ ദാസനെ ഒളിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3-ാമത്തെ വാക്യത്തിൽ ഏലിയാവിന്റെ സുരക്ഷിതത്വമാണ് ദൈവം നോക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ ക്ഷാമകാലത്തു നിന്നുള്ള ഏലിയാവിന്റെ സംരക്ഷണവുമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ 3-ാം വാക്യത്തിൽ ഏലിയാവിന്റെ സംരക്ഷണം, 4-ാം വാക്യത്തിൽ ക്ഷാമത്തിൽ നിന്നുള്ള സംരക്ഷണം. ഇങ്ങനെ 2 തരത്തിലുള്ള സംരക്ഷണമാണ് നമുക്ക് കാണുന്നത്. സ്തോത്രം. അപ്പോൾ 3-ാം വാക്യത്തിൽ ദൈവം തന്റെ ദാസനെ ഒളിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഈ 3-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ഹിതം വളരെ വ്യക്തമാണ്. ക്ലിയർ ആയിട്ടുള്ള ഒരു വിൽ ഓഫ് ഗാഡ് ആണ് നമ്മളിവിടെ കാണുന്നത്. കാരണം നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു എന്നല്ല. ദൈവഹിതത്തിന്റെ പ്രത്യേകത അത് വ്യക്തമാണ്, അത് കൃത്യമാണ്. നോക്കുക,
ആ വ്യക്തതയാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. നീ ഇവിടെ നിന്ന് പുറപ്പെടണം. എവിടുന്നാ? രാജാവിന്റെ കൊട്ടാരത്തിൽ ദൂത് പറഞ്ഞതിന് ശേഷം പറയണം, നീ ഇവിടുന്ന് പുറപ്പെടണം. എന്നിട്ട് എങ്ങോട്ട് പോകണം? കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിനരികെ ഒളിച്ചിരിക്കുക. നോക്കിക്കേ, ആ ദൈവഹിതത്തിന്റെ വ്യക്തത കണ്ടോ? ദൈവം നമ്മോടൊരു ആലോചന പറഞ്ഞാൽ അവിടെ ഇവിടെയും തൊടാതെ മഴ പെയ്യാനും സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലൊന്നും ദൈവം പറയുകയല്ല. വ്യക്തമാണ്, കൃത്യമാണ് ദൈവഹിതം. അതാണ് ഈ വാക്യത്തിനകത്ത് ഏലിയാവിന് പോകേണ്ട റൂട്ട് മാപ്പ് ഉൾപ്പെടെ വളരെ ക്ലിയറായി പരിശുദ്ധാത്മാവ് താൻ പോകേണ്ട വഴി, താൻ ഒളിച്ചിരിക്കേണ്ട സ്ഥലം ഒക്കെ ക്ലിയറായി പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ദൈവഹിതത്തിന്റെ ഇവിടുത്തെ വ്യക്തതയും കൃത്യതയും നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ 3-ാം വാക്യത്തിലെ ഏലിയാവിനോടുള്ള ദൈവശബ്ദം എന്താണ്? 3-ാം വാക്യത്തിലെ ഏലിയാവിനോടുള്ള ദൈവശബ്ദം ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഭരമേൽപ്പിച്ച അതിശക്തമായ ദൂത് രാജകൊട്ടാരത്തിൽ കൈമാറിയ അഗ്നിയുടെ പ്രവാചകനായ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന സമയം വരെ നീ ഒളിച്ചിരിക്കണം. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, നീ എത്ര വലിയ ശുശ്രൂഷകനാണെങ്കിലും, നിന്നിലൂടെ എന്തെല്ലാം മിറക്കിൾസുകൾ നടന്നിട്ടുണ്ടെങ്കിലും, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി രഹസ്യ പ്രാർത്ഥനയിൽ ഒളിച്ചിരിക്കാൻ ദൈവം നിന്നോട് ആലോചന പറയുമ്പോൾ മറു ചോദ്യം ചോദിക്കാതെ ആ സന്ദേശത്തിന്റെ മുന്നിൽ കീഴ്പ്പെട്ട് ഒളിച്ചിരിക്കാൻ നീ തയ്യാറാകണം. അതിന്റെ പിൻപിൽ ദൈവം നിന്റെ സംരക്ഷണം, ദൈവം നിന്നെക്കുറിച്ചുള്ള കൺസേൺ കൊണ്ടാണ് ആ സന്ദേശം നിന്നോട് അറിയിക്കുന്നത്. നീ ഒളിച്ചിരുന്നേ മതിയാവും. സ്തോത്രം. ഈ ഒരു സന്ദേശം ഏലിയാവിനോട് ദൈവം പറയുമ്പോൾ എനിക്ക് ഒത്തിരി സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ജനിച്ച ഒരു സന്ദേശമാണ് ഏലിയാവി ഒളിച്ചിരിക്കുക എന്നുള്ള ദൈവത്തിന്റെ സന്ദേശം. അതിന് ചില കാരണങ്ങൾ കൂടെ ഉണ്ട്. സ്തോത്രം. ഞാനത് ഇതിനോട് ചേർന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. സ്തോത്രം. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനല്ല പറഞ്ഞത്, ഞാൻ പറയുന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കണം. അതെവിടെയാണ്? കെരീത് തോടിന്റെ അരികത്ത്. സ്തോത്രം. കെരീത്ത് തോടിന്റെ അരികത്ത് ഒളിച്ചിരിക്കണം. സ്തോത്രം. സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത, അങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യകത എന്താണ്? ദൈവം പറഞ്ഞിട്ടല്ലേ ദൂത് പറഞ്ഞത്? അതെ. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒളിച്ചും പമ്മിയൊക്കെ ഇരിക്കേണ്ട ആവശ്യകത എന്താണ്? ന്യായമായ ചോദ്യമാണ്. ഒളിച്ചിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ആവശ്യകത എന്താണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ 2 വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാലേ അതിന്റെ ആവശ്യകത മനസ്സിലാകത്തുള്ളൂ. 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ എന്നൊരു പദപ്രയോഗമുണ്ട്. അപ്പോൾ ഇസബേല് ഏലിയാവ് മഴ നിർത്തലാക്കിയ സമയം മുതൽ ഏലിയാവിനെയും യഹോവയുടെ പ്രവാചകന്മാരെ എല്ലാം കൊല്ലുവാനുള്ള നീക്കത്തിലാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ 18-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആഗാവ് മഴ പെയ്യത്തില്ല എന്നുള്ള ദൂത് ഏലിയാവിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ ആഗാവ് ഏലിയാവിനെ മീറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏലിയാവിനെ കണ്ടപ്പോൾ ആഗാവ് ചോദിക്കുകയാണ് അവനോട്, ആരാണിത്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനകത്തുനിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇസ്രായേൽ രാജാവായ ആഖാവിൻ്റെയും ഇസ്രായേൽ ജനങ്ങളുടെയും മനസ്സിൽ, ചിന്തയിൽ ഏലിയാവ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനാണ്. ഹി ഈസ് എ
ട്രബിൾ മേക്കർ, അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണ്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനാണ്. ഹീ ഈസ് എ ട്രബിൾ മേക്കർ. നോക്കുക പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്ന് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനാണെന്നുള്ള ചിന്ത ആഹാബ് രാജാവിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും മനസ്സിൽ ഏലിയാവിനെ കുറിച്ച് കിടക്കുമ്പോൾ, ഏലിയാവിനെ കണ്ടാൽ അവർ എന്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഇസബേൽ പ്രവാചകന്മാരെയും ഏലിയാവിനെയും കൊല്ലുവാൻ പ്ലാൻ ഒരുക്കി ഏലിയാവിനെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് പ്രവാചകന്മാരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഏലിയാവ് ഒളിവിലിരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വ്യക്തമാണ്. സ്തോത്രം. ദൈവത്തിന് ഇപ്പോൾ ആവശ്യം അടുത്ത ദൂതുകൾ കൈമാറാൻ, അടുത്ത മണിക്കൂറുകളിൽ കർമ്മേലിൽ നിൽക്കാൻ ഇപ്പോൾ ദൈവത്തിന് ആവശ്യം നിന്റെ ശാരീരിക പ്രൊട്ടക്ഷൻ ആണ്. സ്തോത്രം. ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ചില സന്ദർഭങ്ങളുടെ നടുവിൽ ആരടാ എന്തടാ എന്ന് ചോദിച്ച് ഇറങ്ങി നിൽക്കുക എന്നുള്ളതല്ല ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒളിച്ചിരിക്കേണ്ട സമയത്ത് നീ ഒളിച്ചിരിക്കാൻ കർത്താവ് നിന്നോട് പറയുമ്പോൾ മൗനമായി ഒളിച്ചിരിക്കുക. കാരണം അവന് നിന്നെക്കുറിച്ച് ഇനിയും പദ്ധതിയുണ്ട്, നിന്നെ കൊണ്ട് ഇനിയും ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കാനുണ്ട്, നിന്നെ കർമ്മേലിൽ അവന് നിന്നെ നിർത്തുവാനുണ്ട്. അതുകൊണ്ട് നിന്റെ ശാരീരിക സംരക്ഷണം ദൈവത്തിന് ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് ദൈവമക്കൾ, ഈ സന്ദേശം ഇന്ന് രാവിലെ വെറും ഏലിയാവിന്റെ സന്ദേശം മാത്രമല്ല, ആരോടൊക്കെയോ ദൈവത്തിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നിടം വരെ പ്രാർത്ഥനാ മുറിയിൽ ഒളിച്ചിരിക്കുവാൻ ദൈവാത്മാവ് ചിലരെ നോക്കി ശക്തമായ ദൈവാലോചന കൈമാറുകയാണ്. സ്തോത്രം. നോക്കുക പ്രിയപ്പെട്ടവർ, ഇതൊരു ദൈവവചന പഠനം മാത്രമല്ല, ഇതിനകത്തൂടെ കർത്താവിന്റെ ഒരു ഹിതം കൂടെ കർത്താവ് നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏലിയാവിന്റെ സംരക്ഷണമാണ് നമ്മൾ ഈ 3-ാം വാക്യത്തിൽ ദൈവം പറയുന്ന ആലോചനയിലൂടെ വ്യക്തമാക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇതിനൊക്കെ ശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇതുവരെ കേട്ട ദൈവശബ്ദത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് കേൾക്കുകയാണ്. ഇതുവരെ കേട്ടത് എന്താ? ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ 18-ന്റെ 1-ൽ കേൾക്കുന്ന ദൈവശബ്ദം എന്താണ്? നീ ചെന്ന് ആഖാവിന് നിന്നെ തന്നെ കാണിക്കുക. ഓ, എന്താ അതിന്റെ അർത്ഥം? ഇതുവരെ ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ എന്നേക്കുമായി ഒളിച്ചിരിക്കാനല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഷീൽഡ്, ഒരു മറവ്, ഒരു ഒളിച്ചിരിക്കൽ. എന്നാൽ അതിന്റെ ടൈം പീരീഡ് എക്സ്പയർ ആയി കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, മതി ഒളിച്ചിരുന്നത്, ഇനിയും ഒരു വലിയ ശുശ്രൂഷ നിന്നിൽ നിന്ന് പുറത്തു വരാനുണ്ട്. അതിന് മുന്നോടിയായി ഒരു വലിയ തീ ഇറക്കുന്ന മിനിസ്ട്രി കർമ്മേലിൽ വെളിപ്പെടുത്താനുണ്ട്. അതിന് മുന്നോടിയായി നീ ആഖാവിന്റെ മുന്നിൽ നിന്നെ തന്നെ കാണിക്കുക. ദൈവാത്മാവിനോട് പറയുന്നു, സ്തോത്രം, ചിലരുടെയൊക്കെ മുൻപിൽ നിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തേണ്ട, നിന്നെ തന്നെ എക്സ്പോസ് ചെയ്ത് കാണിക്കേണ്ട ഒരു സമയം വരാൻ പോവുകയാണ്. ആ സമയം വരെ നീ പ്രാർത്ഥനാ മുറിയിൽ മറഞ്ഞിരിക്കുക, നീ ഒളിഞ്ഞിരിക്കുക എന്ന് ദൈവാത്മാവ് ശക്തമായി ചിലരെ നോക്കി ഇടപെടുകയാണ്. സ്തോത്രം. നോക്കുക, എനിക്ക് ഈ ദൂത് പറയുമ്പോൾ ഒളിച്ചിരിക്കാനും പരസ്യ സ്ഥലത്ത് നിന്ന് മാറിയിരിക്കാനും രഹസ്യ പ്രാർത്ഥനയിൽ തുടരാനും കർത്താവ് നമ്മോട് ചില സന്ദർഭങ്ങളിൽ ഇടപെടുമ്പോൾ, കർത്താവ് ചില സന്ദർഭങ്ങളിൽ നമ്മോട് പറയുമ്പോൾ, ദൈവം എന്താണോ നമ്മോട് പറയുന്നത് ആ സമയത്ത് അത് ചെയ്യാൻ മറു ചോദ്യമില്ലാതെ വിധേയപ്പെടുത്തുന്നവരെയാണ് ദൈവത്തിന് ഈ തലമുറയിൽ ഉപയോഗിക്കാനുള്ളത്. സ്തോത്രം. നോക്കുക, അങ്ങനെയുള്ള ചിലരെ പരിശുദ്ധാത്മാവ് അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം ഏലിയാവിനോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞ സ്ഥലം ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. നമുക്ക് നോക്കാം. എവിടെയാണ്? നീ ഇവിടെ നിന്ന് പുറപ്പെട്ട്
കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായി ഈ വാക്യത്തെ നമ്മൾ സമീപിക്കുമ്പോൾ യോർദാന്റെ കിഴക്കാണ് കെരീത്ത്. അത് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കൺഫേം ആണ്. യോർദാന്റെ കിഴക്കാണ് കെരീത്ത്. അപ്പോൾ യോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കനാൻ ദേശം. ഭൂമിശാസ്ത്രപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യോർദാന്റെ കിഴക്കാണ് കെരീത്ത്. എന്നാൽ യോർദാന്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലമാണ് കനാൻ ദേശം. അപ്പോൾ യോർദാന്റെ കിഴക്ക് ഭാഗത്തേക്ക് പോകാൻ, യോർദാന്റെ കിഴക്കുള്ള കെരീത്തിലേക്ക് പോകാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: കനാൻ ദേശം വിട്ട്, അഥവാ ഇസ്രായേൽ രാഷ്ട്രം വിട്ട്, രാഷ്ട്രത്തിന് വെളിയിൽ പുറജാതികൾ പാർക്കുന്ന സ്ഥലമായ യോർദാന്റെ കിഴക്കുള്ള കെരീത്ത് തോടിനരികെ നീ പോയി ഒളിവിലിരിക്കണം. അപ്പൊ ഏലിയ ഒളിവിലിരിക്കുന്ന സ്ഥലം എവിടെ അല്ല? കനാൻ നാട്ടിലല്ല, ഇസ്രായേലല്ല. ദൂത് പറഞ്ഞ രാജ്യം വിട്ടു, ദൂത് പറഞ്ഞ രാഷ്ട്രമൊക്കെ വിട്ടു. ദൂത് പറഞ്ഞ രാജ്യത്തിരിക്കുന്നത് അപകടമാണ്. അവിടെ ആകാവും പടയാളികളും മിന്നൽ പോലെ തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് യോർദാന്റെ കിഴക്ക് വശത്തുള്ള കെരീത്തിൽ പോയി ഒളിച്ചിരിക്കണം. പടിഞ്ഞാറ് വശത്താണ് കനാൻ, ഇസ്രായേൽ രാഷ്ട്രം. അതൊക്കെ വിട്ടു. ഒറ്റ ദൂത് പറഞ്ഞ നിമിത്തം രാജ്യം വിടേണ്ടി വന്നൊരു മനുഷ്യൻ. നമ്മളതുകൊണ്ടാന്ന് തോന്നുന്നു അധികം ദൂതൊന്നും പറയാതെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒരു മയത്തിലൊക്കെ പോകുന്നത്. ഇപ്പൊ കനാൻ വിട്ട്, ഇസ്രായേൽ രാഷ്ട്രം വിട്ട് പുറജാതികൾ പാർക്കുന്ന യോർദാന്റെ കിഴക്ക് കെരീത്തിന്റെ അരികത്ത് വന്നാണ് ഒളിച്ചിരിക്കുന്നത്. ദൈവം ആരാ നോക്കി ലൊക്കേഷൻ വരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നും. അന്നും ഇന്നും നമ്മുടെ ദൈവം ഒരുപോലെയാണ്. അന്നത്തെ പോലെ പലതും ഇന്ന് പലർക്കും ലഭിക്കാത്തതിന്റെ കാര്യം ദൈവമായിട്ടുള്ള ഇന്റിമസിയിൽ, ബന്ധത്തിൽ വന്ന ആ ഒരു വിടവുകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവം ഏലിയാവിനോട് സംസാരിച്ചതുപോലെ തന്നെ നമ്മോട് സംസാരിക്കും. ഏലിയാവിനോട് പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ നമ്മോടും പറയും. കാരണം ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറയാൻ കാരണം വളരെ ക്ലിയർ ആയിട്ട് ആ ഭാഗത്ത് പറയുന്നു, അവൻ നമ്മെ പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഏലിയാവിന് കേട്ടതുപോലെ തന്നെ നമുക്കും ദൈവത്തിന്റെ ശബ്ദങ്ങൾ ഇതുപോലെ ഗ്രഹിപ്പാൻ കഴിയും. നമുക്കും ഇതുപോലെ ദൈവിക ഇടപെടൽ അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നോക്ക്, ഇപ്പോൾ ഏലിയാവ് ഇരിക്കുന്ന സ്ഥലം മനസ്സിലായി കാണുമല്ലോ. ഇസ്രായേൽ രാഷ്ട്രത്തിന് വെളിയിൽ, കനാൻ നാടിന് വെളിയിൽ പുറജാതികൾ പാർക്കുന്ന യോർദാന്റെ കിഴക്കുള്ള കെരീത്ത്. സ്തോത്രം. അപ്പോൾ 17-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ദൈവം തന്റെ ദാസനെ ഒളിപ്പിക്കുന്നതായി കാണാൻ കഴിയും. സങ്കീർത്തനത്തില് വളരെ മനോഹരമായൊരു ഭാഗമുണ്ട്. തന്റെ ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്റെ കൂടാരത്തിൽ മറയ്ക്കും, ഒളിപ്പിക്കും, പാറമേൽ ഉയർത്തും. 3 പ്രോസസ്സുകൾ പറയുന്നുണ്ട്. ദൈവം നിന്നെ തന്റെ കൂടാരത്തിൽ മറയ്ക്കുന്ന സമയമുണ്ട്, ദൈവം നിന്നെ ഒളിപ്പിക്കുന്ന സമയമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനലി മറച്ചവനെ, ഒളിപ്പിച്ചവനെ സകലരും കാണുക പാറമേൽ നിർത്തി ഉയർത്തുന്നൊരു സമയവുമുണ്ട്. സ്തോത്രം. ആ സമയം ഏലിയാവിന് വരാൻ പോകുന്ന പാറമേൽ, കർമ്മേൽ പർവ്വതത്തിൽ നിർത്തി ദൈവം ഭക്തനെ ഉയർത്തി ഒരു ഉയർത്തലുണ്ട്. സ്തോത്രം.
നിന്നെ ദൈവത്തിന് ഒളിപ്പിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ, മറയ്ക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ, നിശ്ചയം നിന്നെ ഉയർത്താൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. അവൻ ആ സമയം അതെ മാറ്റിവെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ അതിപ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം തന്റെ ദാസനെ ഒളിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അതിപ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, ദൈവം തന്റെ ദാസനെ ഒളിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം തന്റെ ദാസനെ ഒളിപ്പിച്ചത് ഒന്ന് ഇസ്രായേലിന്റെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. എന്താണ് ഇസ്രായേലിന്റെ ശിക്ഷ? ഭൗതികമായ ഒരു വരൾച്ച. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അത് ബൈബിളിന്റെ വ്യവസ്ഥയാണ്. ജനം വിഗ്രഹങ്ങളെ സേവിച്ചാൽ ആ നിമിഷം തന്നെ മുൻമഴയും പിന്മഴയും അടച്ച് ദേശത്തിൽ വരൾച്ച ഉണ്ടാക്കും എന്നുള്ളത് ദൈവം മുൻകൂർ പറഞ്ഞ പ്രവചനമാണ്, വചനവ്യവസ്ഥയാണ്. ആ വചനവ്യവസ്ഥ ചൊല്ലിക്കൊണ്ടാണ് സ്ക്രിപ്ചറൽ പ്രയർ നടത്തിയാണ് ഏലിയാവ് മഴ പെയ്യരുത് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചതും പ്രഖ്യാപിച്ചതും. അപ്പോൾ തന്റെ ദാസനെ ദൈവം സേഫ് സോണിലേക്ക് ഒളിപ്പിച്ചു വെച്ചതിന്റെ കാരണം, ദൈവം ഇസ്രായേലിന്റെ മേൽ ഒരു ശിക്ഷ നടപ്പിലാക്കുകയാണ്. ഭൗതികമായ വരൾച്ചകൾ കൊണ്ട് ഉള്ള ഒരു ശിക്ഷ, ആത്മികമായ വരൾച്ചകൾ നടത്തിക്കൊണ്ടുള്ള ഒരു ശിക്ഷ. ശരിയല്ലേ? നിങ്ങളിപ്പോ നോക്കിക്കേ, ഭൗതിക വരൾച്ചയും ആത്മീക വരൾച്ചയും കൂടെ ഒരുമിച്ചല്ലേ വന്നേ? കാരണം ഭൗതിക വരൾച്ച ഉറപ്പായി, ദേശത്തിൽ മഴയില്ല, വെള്ളമില്ല, മഞ്ഞില്ല. ആത്മീക വരൾച്ചയും ഉണ്ടായില്ലേ? എന്താ കാര്യം? ദൈവദാസനുണ്ടോ ദേശത്ത്? ദൈവദാസൻ ദേശത്തില്ല. ദൈവശബ്ദമുണ്ടോ ദേശത്ത്? ദൈവശബ്ദവുമില്ല. അപ്പോൾ ആത്മീകമായ വരൾച്ചയും ഉണ്ടായില്ലേ? ദൈവദാസനില്ലാത്ത, ദൈവശബ്ദമില്ലാത്ത ദേശം ആത്മിക വരൾച്ച, മഴയും മഞ്ഞുമില്ലാത്ത ദേശം ഭൗതിക വരൾച്ച. ദൈവം ഇസ്രായേലിനെ ശിക്ഷിക്കുകയാണ്. സ്തോത്രം. ഇനി നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ ഈ സെക്കുലറായിട്ട് പഠിച്ചു നോക്കിയാൽ അംബാസിഡർ, ലോകരാഷ്ട്രങ്ങൾക്ക് അംബാസിഡർ ഉണ്ട്. ഇന്ത്യയുടെ അംബാസിഡർ അമേരിക്കയിലുണ്ട്, ഇന്ത്യയുടെ അംബാസിഡർ ലോകരാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ഇന്ത്യ ചെയ്യുന്നത് എന്തായിരിക്കും അറിയാമോ? ഏത് രാജ്യത്തോടാണോ താൻ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആ രാജ്യത്തുള്ള ഇന്ത്യയുടെ അംബാസിഡറെ തിരിച്ചു വിളിക്കും. യുദ്ധത്തിന് മുമ്പുള്ള ആദ്യത്തെ നടപടി അതാണ്. ഏത് രാജ്യത്താണോ യുദ്ധം ഉണ്ടാകാൻ പോകുന്നത്, ആരുമായിട്ടാണോ ഇന്ത്യ യുദ്ധത്തിന് പോകുന്നത്, ആ രാജ്യത്തുള്ള ഇന്ത്യയുടെ അംബാസിഡറെ ആദ്യം റിട്ടേൺ, മടങ്ങി വരാൻ തിരിച്ചു വിളിച്ചതിന് ശേഷമാണ് യുദ്ധത്തിന്റെ സ്റ്റെപ്പ് വെക്കുന്നത്. നോക്ക്, ദൈവം തന്റെ അംബാസിഡറായ ഏലിയാവിനെ ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്ന് ദൈവം മടക്കി വിളിച്ചു, പോരാൻ പറഞ്ഞു. ദൈവം തന്റെ അംബാസിഡറായ ഏലിയാവിനെ ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്ന് മടക്കി വിളിച്ച് ദൈവത്തിന്റെ ലൊക്കേഷനിൽ, സേഫ് സോണിൽ ദൈവം ഇരുത്തിയതിനു ശേഷമാണ് ഇസ്രായേലിന്റെ മേലുള്ള ഭൗതിക ആത്മീക വരൾച്ചയുടെ കടുത്ത ശിക്ഷാ നടപടിയിലേക്ക് ദൈവം കടന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന് പകരം സ്ഥാനപതികളാണോ നിങ്ങളെങ്കിൽ സംശയിക്കേണ്ട. നിങ്ങളൊരു സ്ഥലത്ത് സുവിശേഷം പറഞ്ഞാൽ, നിങ്ങളൊരു സ്ഥലത്ത് ദൈവിക സന്ദേശം, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്നുള്ള സുവിശേഷത്തിന്റെ സന്ദേശം. എന്താ സുവിശേഷത്തിന്റെ സന്ദേശം? ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളാരും ദൈവത്തോട് ആരും നിരപ്പിക്കാൻ പോകണ്ട. അത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യമാണ്. ഇനി നമ്മളാരും ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ട. കർത്താവ് ക്രൂശിൽ അത് ചെയ്തു. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കർത്താവ് ചെയ്ത ആ കാര്യം, ആ സന്ദേശം നാം ലോകത്തോട് പറയാനുള്ള യേശുക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. എന്താണ് സന്ദേശം? ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. നീ പറഞ്ഞ സന്ദേശത്തെ ഒരാൾ ത്യജിച്ചു കളഞ്ഞാൽ, അവഗണിച്ചാൽ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, ദൈവം തന്റെ സ്ഥാനപതിയെ മടക്കി വിളിച്ചിട്ട് ദൈവം അവിടെ ചെയ്യാനുള്ള കാര്യം ഭംഗിയായിട്ടങ്ങ് ചെയ്യും. സ്തോത്രം.
അതുകൊണ്ട് നാം ക്രിസ്തുവേശുവിന് പകരം നിൽക്കുന്ന സ്ഥാനപതികളാണ്. അവനവന്റെ പൊസിഷൻ ഓർത്തു വേണം സൊസൈറ്റിയിൽ ജീവിക്കാൻ. അവനവന്റെ പൊസിഷൻ മനസ്സിലാക്കി വേണം ആ നാമത്തിന് യോഗ്യമായി വേണം ജീവിക്കാൻ എന്ന് ദൈവാത്മാവ് രാവിലെ സമയം വളരെ ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. അപ്പോൾ ഒന്ന്, ഈ ഇസ്രായേലിന്റെ ആത്മിക ഭൗതിക ശിക്ഷയ്ക്ക് വേണ്ടിയാണ്, രാഷ്ട്രത്തെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തന്റെ ദാസനെ മുൻപോട്ട് ആ ദേശത്തിൽ നിന്ന് മാറ്റി ഒളിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏലിയാവിനെ ആത്മീകപരമായി ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം ഏലിയാവിനെ ഒളിവിലിരുത്തിയത്. എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ഏലിയാവിനെ കുറച്ചു നാൾ ഒളിവിലിരുത്തിയത്. എന്ന് പറഞ്ഞാൽ ഒരു നിശബ്ദമായ കാലഘട്ടം ഒരു 3-3.5 വർഷം ദൈവം ഒരുക്കി കൊടുത്തു. എന്തിനാന്ന് ചോദിച്ചാൽ, കർമ്മേലിൽ തീ ഇറക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കായി ഏലിയാവ് നിൽക്കാൻ വേണ്ടി പോകുകയാണ്. കർമ്മേലിൽ പിശാചുമായി ഒരു തുറന്ന യുദ്ധം നടക്കാൻ പോകുകയാണ്. ആ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഏലിയാവ് തന്റെ ശുശ്രൂഷയൊന്ന് ശക്തിപ്പെടുത്താൻ, ആത്മീകമായൊരു ശക്തീകരണം പ്രാപിപ്പാൻ, ഏലിയാവിനെ അവന്റെ ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്യാൻ ദൈവം ആ നിശബ്ദ കാലഘട്ടം ഒരുക്കി ഒളിവിലിരുത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരാളെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ആരാണ്? വളരെ സിമ്പിളായി പറയാം, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന യോഹന്നാൻ സ്നാപകൻ. എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 80-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുകയാണ്, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും വരെ മരുഭൂമിയിലായിരുന്നു, ഒളിവിലായിരുന്നു. കണ്ടോ? തന്നെത്താൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത് വരെ, തന്നെത്താൻ ഇസ്രായേലിനെ തന്നെ വെളിപ്പെടുത്തുന്നിടം വരെ താൻ നിശബ്ദ കാലഘട്ടത്തിൽ ഒളിവിലിരുന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു, ശക്തിപ്പെടുകയായിരുന്നു. പൗലോസ്ലീഹായും അങ്ങനെയായിരുന്നു. ശുശ്രൂഷയിൽ വെളിപ്പെടുന്നിടം വരെ അറേബ്യൻ മരുഭൂമിയിൽ നിശബ്ദ കാലഘട്ടത്തിൽ താൻ ദൈവത്തിന്റെ ഒളിവിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ ഏലിയാവും ഈ നിശബ്ദ കാലഘട്ടത്തിൽ ആഗാവിന്റെ മുന്നിൽ തന്നെ വെളിപ്പെടുത്തുന്നതിന് മുൻപ്, കർമ്മേലിൽ തീയിറക്കുന്നതിന് മുമ്പ് തന്റെ ശുശ്രൂഷ ജീവിതം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഏലിയാവും മറഞ്ഞിരിക്കുന്നതായി, അല്ല ദൈവനെ ഒളിവിലിരുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം ഏലിയാവിനെ ഒളിവിലിരുത്തിയത്, ഒന്ന് ഇസ്രായേൽ രാഷ്ട്രത്തെ പണിഷ്മെന്റിലേക്ക് കൊണ്ടുപോകുവാൻ, രണ്ട് തന്റെ ദാസനെ ആത്മികമായി ശക്തീകരിക്കാൻ. ഇവിടെ എനിക്കുണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ, ദൈവം ഏലിയാവിനോട് പറയുന്നത്, നീ യോർദാന് കിഴക്ക് ചെന്ന് കെരീത്ത് തോടിനരികെ ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. കെരീത്ത് തോടിനരികെ. 1 രാജാക്കന്മാർ 17:3 അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. സാധാരണ ഒളിച്ചിരിക്കാൻ വേണ്ടി പറയുമ്പോൾ മനുഷ്യന്റെ യുക്തിയിൽ ലോജിക്കലായി ചിന്തിച്ചാൽ ഏതെങ്കിലും ഗുഹയിൽ പോയി ഒളിച്ചിരിക്കാനാ പറയുന്നത്, എന്നാലേ അതൊരു ഒളിവാകത്തും. ഇപ്പം ശൗലിനെ പറയുന്നത് ദാവീദ് ഒളിച്ചിരുന്നത് ഗുഹയ്ക്കകത്താണ്, അതുല്ലാം ഗുഹയിലും ഒക്കെയാണ്. അപ്പം ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ എപ്പോഴും ഗുഹയ്ക്കകത്തൊക്കെ ഒളിച്ചിരിക്കാനാ പറയുന്നത്. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞത്, കാരണം ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കാൻ പറയേണ്ടതിന്റെ പ്രായോഗികത എന്ന് പറഞ്ഞാൽ, ആഗാവും ഇസബേലും ഏലിയാവിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കണമെങ്കിൽ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കണം. പക്ഷെ ദൈവം ഇവിടെ പറയുന്നത്, നീ ആ യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിന്റെ അരികെ, തോട്ടിലിറങ്ങിയിരിക്കാനല്ല പറഞ്ഞേ, തോടിനരികെ ഒളിച്ചിരിക്കാനാ പറഞ്ഞത്. സ്തോത്രം. ഈ തോടിന്റെ കരയിലിരിക്കുമ്പോൾ എന്ത് സുരക്ഷിതത്വമാ ഉള്ളത്? ഗുഹയ്ക്കകത്തോ തോടിനകത്തോ ആണെങ്കിൽ പിന്നെയും പറയാം. ഈ തോടിന്റെ കരയിലിരിക്കുമ്പോൾ
എന്ത് സുരക്ഷിതത്വമാണ് ഏലിയാവിനുള്ളത്? അതുവഴി പോകുന്ന എല്ലാ ആളുകളും ഏലിയാവിനെ കാണത്തില്ലേ? ഇനി ഏലിയാവിനെ കണ്ടാൽ തന്നെ താൻ ഇസ്രായേൽ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ പോലും ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഏലിയാവിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് 2 രാജാക്കന്മാർ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, രോമവസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറ് കെട്ടിയ ആളായിരുന്നു ഏലിയാവ് എന്നാണ്. അങ്ങനെ ഒരു വസ്ത്രധാരണം ആ സമയത്ത് ഏലിയാവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എടുത്തെഴുതിയത്. രോമവസ്ത്രമേ ധരിക്കും, അരയിൽ തോൽവാറുണ്ട്. അപ്പം ഈ ഒരു വസ്ത്രധാരണത്തിന്റെ പ്രകൃതി കാണുമ്പോഴേ തോടിന്റെ അരികത്തിരിക്കുന്ന ആളെ കാണുമ്പോഴേ അവർക്കറിയാം ഇത് ഈ നാട്ടുകാരനല്ല. സംശയിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സുരക്ഷിതത്വമാണ് ഈ തോടിന്റെ കരയിൽ അല്ലെങ്കിൽ തോടിന്റെ അരികത്ത് ഏലിയാവിന് കിട്ടുന്നത്? ഇവിടെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ചിന്ത, മാനുഷികമായി ഞാൻ നോക്കിയപ്പോൾ സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ ഒരു ഗുഹയിലായിരിക്കണം, അല്ലെങ്കിൽ തോടിനകത്തിറങ്ങിയിരിക്കണം. ഈ തോടിന്റെ കരയിലിരുന്ന സകല ആളുകൾക്കും മനസ്സിലാകും ഇദ്ദേഹം ഈ രാജ്യക്കാരനല്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടുകളിലുള്ള ആളുകൾക്ക് വസ്ത്രധാരണം കാണുമ്പോഴേ മനസ്സിലാകും. ഇൻഫർമേഷനുകൾ കൊട്ടാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സുരക്ഷിതത്വമില്ല. കർത്താവിനോട് പറഞ്ഞൊരു മർമ്മം എന്താണെന്നറിയാം? സുരക്ഷിതത്വം നീ ഇരിക്കുന്ന സ്ഥലത്തിനല്ല, സുരക്ഷിതത്വം എൻ്റെ കരത്തിലാണ്. ഓ സ്തോത്രം! എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാവിലെ ദൈവാത്മാവിനോട് പറയുന്നു, നീ യാത്ര ചെയ്യുന്ന വാഹനത്തിലല്ല സുരക്ഷിതത്വം, നീ ഇരിക്കുന്ന വീടിനകത്തല്ല സുരക്ഷിതത്വം, സ്ഥലമല്ല സുരക്ഷിതത്വം, നിന്നെ ഒളിപ്പിച്ചിരുത്തിയവനാണ് നിന്റെ സുരക്ഷിതത്വം. സ്തോത്രം! എന്റെ പ്രിയരെ, നമ്മുടെ സുരക്ഷിതത്വം ഒരു സ്ഥലത്തിലല്ല, ഒരു വ്യക്തിയിലല്ല. നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഉറങ്ങാത്ത മയങ്ങാത്ത ഇസ്രായേലിന്റെ പരിപാലകന്റെ കരത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷിതത്വം. സ്തോത്രം! 31-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 31-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നൊരു പദമുണ്ട്. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു, നിന്റെ സാന്നിധ്യത്തിൽ മറയ്ക്കും, അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. എന്താ അതിന്റെ അർത്ഥം? നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? സുരക്ഷിതത്വം എങ്ങനെയാ? സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. എന്താണ് ആ പദത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം? എന്താണ്? സ്തോത്രം! സങ്കീർത്തനക്കാരനായ ദാവീദിന് മനസ്സിലായി, എന്റെ സുരക്ഷിതത്വം അവന്റെ സാന്നിധ്യത്തിന്റെ മറവാണ്. ഓ രക്തം ജയം! അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ഥലമല്ല, ഒരു വസ്തുവല്ല, ഒരു ഗവൺമെന്റ് അല്ല, നിന്റെ സുരക്ഷിതത്വം അവന്റെ സാന്നിധ്യത്തിന്റെ മറവാണ്. സ്തോത്രം! നിന്റെ സുരക്ഷിതത്വം അവന്റെ സാന്നിധ്യത്തിന്റെ നിഴലാണ്. സ്തോത്രം! അതുകൊണ്ടാണ് പറഞ്ഞത്, ആര് നിന്നെ കണ്ടോ കണ്ടില്ല ഇതൊന്നും വിഷയമല്ല. പക്ഷേ നിന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിടത്ത് നീ ഇരുന്നാ മതി. നിന്നെ ആര് കണ്ടോട്ടെ, പക്ഷേ കാണേണ്ടവനെ കാണൂ, കാണാൻ പാടില്ലാത്തവൻ കാണില്ല. കാരണം നിന്നെ മറയ്ക്കുന്ന എൻ്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ് ഏലിയാവ് നീ ഇരിക്കുന്നത്. സ്തോത്രം! 17-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 9-ാം വാക്യത്തിൽ അവിടെയും സങ്കീർത്തനക്കാരൻ സൂചിപ്പിക്കുന്ന ഒരു വളരെ ഗൗരവമുള്ള വിഷയമുണ്ട്. സ്തോത്രം! 17-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. കണ്ടോ? നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. സ്തോത്രം! അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, തുറസായ സ്ഥലമാണെങ്കിലും ഗുഹയാണെങ്കിലും ഗുഹയല്ലെങ്കിലും സ്ഥലമല്ല, നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്.
നിന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ, അവർ ജോലിക്ക് പോകുമ്പോൾ വരുമ്പോൾ, ഏത് പശ്ചാത്തലത്തിലിരിക്കുന്നാലും, എത്ര കെട്ടുറപ്പുള്ള സ്ഥലത്ത് അവരിയ്ക്കുന്നെങ്കിലും അനർത്ഥം അതിനകത്തും കയറി വരാം. പക്ഷേ ഇന്ന് രാവിലെ വിശ്വസിക്ക്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കെട്ടുറപ്പുള്ള വീടിനകത്തല്ല. അത് ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തിലല്ല എൻ്റെ സുരക്ഷിതത്വം. എൻ്റെ സുരക്ഷിതത്വം അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണെന്ന് ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാൻ വേണ്ടി കഴിയുന്നു? അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഏലിയാവിന്റെ സുരക്ഷിതത്വമാണ് ദൈവാത്മാവ് ഇതിനകത്തൂടെ കാണിക്കുന്നത്. അത് തന്റെ സാന്നിധ്യം കൊണ്ടുള്ള സുരക്ഷിതത്വമാണ്. സ്തോത്രം. 4-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, 4-ാം വാക്യത്തിൽ ഭക്തന് വേണ്ടിയുള്ള കരുതലാണ് കാണുന്നത്. ക്ഷാമകാലത്തു നിന്നു ഏലിയാവിനെ സംരക്ഷിക്കുകയാണ്. ഒരു രാഷ്ട്രം മുഴുവൻ ക്ഷാമത്തിൽ വലഞ്ഞ് വെണ്ണീറായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ക്ഷാമകാലത്തും തന്റെ ഭക്തനെ സംരക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏലിയാവിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ കരുതലാണ് അവിടെ വെളിപ്പെടുന്നത്. 2 കാര്യങ്ങളാണ് ദൈവം കരുതിയത്. ഒന്ന് വെള്ളം, ഒന്ന് ആഹാരം. സ്തോത്രം. നോക്കിക്കേ, അപ്പവും ഇറച്ചിയുമായും അതൊരു ഭാഗത്ത് ആഹാരം, മറുഭാഗത്ത് വെള്ളം. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാനത് നാളത്തേക്ക് മാറ്റി വെക്കുകയാണ് ആ പോർഷൻ എടുക്കാൻ. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, നിന്റെ ശാരീരിക സുരക്ഷിതത്വം മാത്രമല്ല, നിന്റെ ക്ഷാമത്തിൽ നിന്നുള്ള സുരക്ഷിതത്വവും ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ രാവിലെ സമയം ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ടോ? ദൈവശബ്ദത്തിനു വേണ്ടി ഇറങ്ങിയതിന്റെ പുറകിലാണോ നിനക്ക് ഞെരുക്കം വന്നത്? ദൈവത്തിനു വേണ്ടി നിന്നത് കൊണ്ടാണോ ഞെരുക്കം വന്നത്? സംശയിക്കേണ്ട. തീ വീണ് കാട് കത്തി വിളമോ നിലമോ കറ്റക്കൂട്ടമോ വെന്തുപോയാൽ തീയിട്ടവൻ പ്രതിഫലം നൽകും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മേൽ വന്നിട്ട്, ആത്മാവിന്റെ അഗ്നി നിന്നിൽ സംഭവിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ തീയിട്ടവൻ നികത്താൻ ശക്തനാണ്. ഇന്ന് രാവിലെ സമയം നിന്റെ ശാരീരിക സുരക്ഷതയും നിന്റെ ക്ഷാമത്തിൽ നിന്നുള്ള സുരക്ഷിതത്വവും, അത് നിന്റെ ശാരീരിക സംരക്ഷണവും ക്ഷാമത്തിൽ നിന്നുള്ള സംരക്ഷണത്തെയും ഒരുപോലെ ഗൗരവമായി കാണുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് രാവിലെ നാം ആരാധിക്കുന്നത്. നമുക്കൊരുമിച്ച് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ വിധേയപ്പെടുത്താം. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകളും അടയ്ക്കാം. നാളെ നമുക്ക് 4-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ദയവായി കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾ, ഈ വചന പഠനം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അനുഗ്രഹമാകും നിശ്ചയം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഇതിനകത്തൂടെ വചനം ധ്യാനിപ്പാനും വീണ്ടും ചിന്തിപ്പാനും ആവേശത്തോടെ ഈ വചനം ഭക്ഷിപ്പാനും ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കൃപ കൂടെ ഇരിക്കും. അത്ഭുതം ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയത്തോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ജാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ മേഘ പ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാവിലെ സമയം നമ്മോട് വളരെ വ്യക്തമായി ഇടപെട്ട പിതാവായ ദൈവത്തിന് ശക്തിയോടെ സ്തുതിക്കാം. യേശുവേ, വേഗം വരണമേ. സമാധാനത്തോടെ പിരിയാം. കർത്താവ് ഈ വചനങ്ങൾ അതിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഓൾ.